ലാലേട്ടനോ ഋഷഭ് ഷെട്ടിയോ ഭീമനായി എത്തുക ആരായിരിക്കും? എം.ടി. വാസുദേവൻ നായരുടെ ക്ലാസിക് നോവൽ ചലച്ചിത്രമാകുമ്പോൾ ഉയരുന്ന ചോദ്യം ഇതാണ്. കാന്താരയിലൂടെ പാൻ ഇന്ത്യൻ പരിവേഷം നേടിയ ഋഷഭ് ഷെട്ടി സംവിധാനം ചെയ്യുന്ന ബിഗ് ബഡ്ജറ്റ് സിനിമയിൽ പാണ്ഡവരിലെ രണ്ടാമനായുള്ള കാത്തിരിപ്പിലാണ് ആരാധക ലോകം. പാണ്ഡവരിൽ രണ്ടാമനായ ഭീമന്റെ ആത്മസംഘർഷങ്ങൾ പകർത്തിവെച്ച രണ്ടാമൂഴം അഭ്രപാളികളിൽ എത്താനുള്ള കാത്തിരിപ്പിലാണ് ആസ്വാദക ലോകം. 1984 എം.ടി. അനശ്വരമാക്കിയ നോവൽ പിന്നീട് അദ്ദേഹം തിരക്കഥയാക്കിയപ്പോൾ തന്നെ ഇതിഹാസ ചിത്രത്തിനായുള്ള കാത്തിരിപ്പും ആരംഭിച്ചിരുന്നു. മലയാള സിനിമയ്ക്ക് സമാനതകളില്ലാത്ത കഥകളും തിരക്കഥകളും സമ്മാനിച്ച സാക്ഷാൽ എം.ടിയുടെ സൃഷ്ടിയാണ് എന്നതാണ് അതിന് പ്രധാന കാരണം. ഭീമനായി പകർന്നാടാൻ എത്തുന്നത് പ്രിയതാരം ലാലേട്ടനാണ് എന്നതായിരുന്നു മറ്റൊരു കാരണവും. ബി.ആർ. ഷെട്ടിയുടെ നിർമ്മാണത്തിൽ ശ്രീകുമാർ മേനോൻ സംവിധാനം ചെയ്യാനുള്ള തയ്യാറെടുപ്പുകളും ആരംഭിച്ചിരുന്നു. എന്നാൽ പ്രാരംഭ പ്രവർത്തനങ്ങൾ തന്നെ ഇഴഞ്ഞു നീങ്ങിയപ്പോൾ എം.ടി. തിരക്കഥ തിരികെ വാങ്ങിക്കുകയായിരുന്നു. പിന്നീട് മണിരത്നം സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്നുവെന്ന വാർത്തകൾ വന്നെങ്കിലും അതിനും ഒരു സ്ഥിരീകരണമുണ്ടായില്ല. എം.ടിയുടെ മരണത്തോടെ നിലച്ചുപോയ ചർച്ചകൾ വീണ്ടും ചർച്ചയാകുന്നത് ഈയിടെയാണ്. വലിയ പ്രൊഡക്ഷൻ്റെ ബാനറിൽ ഒരുങ്ങേണ്ട ബിഗ് ബഡ്ജറ്റ് മൂവിക്ക് വേണ്ടി തിരക്കഥയുമായി ഹൊബാള ഫിലിംസിനെയും ഋഷഭ് ഷെട്ടിയെയും സമീപിച്ചതായുള്ള വാർത്ത എം.ടിയുടെ മകൾ അശ്വതി നായർ തന്നെയാണ് വ്യക്തമാക്കിയത്. ഈ വർഷം തന്നെ സിനിമയ്ക്ക് തുടക്കം കുറിക്കുമെന്നും അച്ഛൻ്റെ സ്വപ്നമായിരുന്നു രണ്ടാമൂഴം സിനിമയാവുക എന്നും അശ്വതി പറഞ്ഞിരുന്നു. കാന്താരയിലൂടെ സംവിധായകനായും താരമായും പാൻ ഇന്ത്യൻ മുഖമായി മാറിയ ഋഷഭ് ഷെട്ടി സിനിമ സംവിധാനം ചെയ്യാൻ സമ്മതിച്ചതായാണ് സ്ഥിരീകരണവും. ആരാധകർ കാത്തിരുന്ന വാർത്തയ്ക്ക് പിന്നാലെയാണ് നായകവേഷം ഋഷഭ് തന്നെ ഏറ്റെടുക്കുമോ എന്ന ചോദ്യം സജീവമാകുന്നത്. ലാലേട്ടൻ മതി ഭീമനായി എന്നാണ് അധികം പേരുടെയും ആഗ്രഹം. ഋഷഭായാൽ മിന്നും എന്നും പറയുന്നവരുണ്ട്. ഇതിനൊരു വ്യക്തത വരുത്താൻ ഋഷഭ് ഷെട്ടി ഇതുവരെയും തയ്യാറായിട്ടില്ല. എന്നാൽ ഭീമനായി ഋഷഭ് ഷെട്ടി തന്നെ എത്തുമെന്നാണ് ഏറ്റവും ഒടുവിൽ പുറത്തുവരുന്ന സൂചനകൾ. അണിയറയിൽ ഒരുക്കങ്ങൾ തുടങ്ങിയതായും സൂചനകളുണ്ട്. സുയോധന് പിന്നാലെ രണ്ടാമനാണ് ഭീമൻ. എന്നാൽ മഹാഭാരത യുദ്ധത്തിൽ പാണ്ഡവപക്ഷത്തിനായി പലപ്പോഴും ഒന്നാമൻ്റെ ഊഴമായിരുന്നു ഭീമന്. പോരിൽ പൊരുതുമ്പോഴും സ്വന്തമായതെല്ലാം നഷ്ടമാകുമ്പോഴും പരാതിയും പരിഭവമില്ലാത്ത കഥാനായകൻ. പകർന്നാടുന്നത് ആരായാലും കഥാപാത്രം അനായാസമാകില്ല. ലാലേട്ടനായാലും ഋഷഭ് ഷെട്ടിയായാലും ഒന്നുറപ്പാണ്, ഇതിഹാസം ഹൃദയങ്ങൾ കീഴടക്കും.